ഇന്ന് രാവിലെ എൻ്റെ വീടിന്റെ അടുക്കളയുടെ അടുപ്പിന് മുകളിൽ കണ്ട കാഴ്ചയാണിത്. അടുപ്പിന് മുകളിൽ ഉണക്കാനിട്ടിരുന്ന തുണികളെല്ലാം മാറ്റി തീ കത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വെള്ളം ചൂടാക്കാനുള്ള പാത്രത്തിനു പിറകിൽ കിടന്ന ഈ അതിഥിയെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഞങ്ങളെ അടുക്കളയിലേക്ക് വിളിച്ചു. കക്ഷിയെ കണ്ടതും എൻ്റെ മേലാകെ ഒരു കോരിത്തരിപ്പുണ്ടായി. അതിഥി പെരുമ്പാമ്പാണെന്നോ അണലിയാണെന്നോ എന്നും ഇത്രയും ബദ്ധവസായ സ്ഥലത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതുമായിരുന്നു എൻ്റെ സംശയങ്ങൾ. ഞങ്ങളെ കണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുങ്ങനെ നീങ്ങിയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊന്നും പാമ്പ് കൂടുതൽ നടത്തിയില്ല. അടുക്കളയുടെ മുകളിൽ തേങ്ങാക്കൂടയാണ്. പൊടികളും മറ്റും വീഴാതിരിക്കാൻ ടിൻഷീറ്റ് കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ എലികളുടെ വിഹാര കേന്ദ്രമാണ് ഈ ടിൻഷീറ്റ്. ഒരുപക്ഷെ അവയെ ഇരയാക്കാനുള്ള ശ്രമത്തിനിടയിൽ എത്തിപ്പെട്ടതാവും ഇവിടെ. ചെറിയ മുറിവ് അതിന്റെ തൊലിപ്പുറത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. പുലർച്ചെ അടുപ്പിന് മുകളിലുള്ള പാത്രത്തിന്മേൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് അടുക്കളയുടെ തൊട്ടടുത്ത റൂമിൽ കിടന്ന അനിയൻ വാതിൽ തുറന്നു നോക്കിയെങ്കിലും കാര്യമായിട്ടൊന്നും കണ്ടതില്ല. ഒരുപക്ഷെ എലി ആയിരിക്കുമെന്നും കരുതി റൂമിലേക്ക് തിരിച്ചുപോയി. എന്തായാലും വീണടത്ത് തന്നെ പാമ്പിന് കിടക്കാൻ തോന്നിയത് ഭാഗ്യം. ഒരുപക്ഷെ അടുപ്പിന്റെ ഇളം ചൂടായിരിക്കാം അതിന് കാരണം. പാമ്പ് പിടുത്തത്തിൽ പരിശീലനം നേടിയ മഹേഷിനെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്നു. 3/4 മീറ്ററോളം നീളവും മധ്യത്തിൽ 6 ഇഞ്ചോളം വണ്ണവുമുള്ള കക്ഷി പെരുമ്പാമ്പാണെന്നും വയറ്റിൽ ഇരയുമുണ്ടെന്നാണ് കലാകാരൻ കൂടിയായ മഹേഷ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൈവശമുള്ള ആയുധം ഉപയോഗിച്ച് വളരെ ഈസിയായി പാമ്പിനെ പിടിച്ച് സഞ്ചിയിലാക്കുകയും അദ്ദേഹം തന്നെ കൊണ്ടുപോവുകയും ചെയ്തു.